റിപ്പോർട്ടഡ് ബ്രേക്കിംഗ്. ഉദ്യോഗസ്ഥർക്ക് പുറമെ പൊതുജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ഡാറ്റയ്ക്കായും കത്തു നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കെ സ്മാർട്ടിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി അയച്ച കത്താണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത്. ജനന മരണ നിരക്ക്, വിവിധ ലൈസൻസുകൾ തുടങ്ങി പൊതുജനങ്ങളുടെ സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെ സ്മാർട്ട് സൂക്ഷിക്കുന്നത്. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവ റാവു ആണ് കത്ത് നൽകിയത്. മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഒരു കത്ത് അയക്കില്ല എന്നും ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ OST ഇങ്ങനൊരു കത്തയക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ അയക്കുമോ? അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് എല്ലാ വകുപ്പ് തലവന്മാർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന മാരകമായ ഡേറ്റാ ബ്രീച്ചാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഷീദ്, ഈ വിവരശേഖരണത്തിന്റെ സ്വഭാവം എന്താണ്? എത്രത്തോളം ഗുരുതരമായ ആരോപണം എന്നുള്ളതാണ് മുൻ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം? മധു, മുമ്പ് സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെയൊക്കെ ഡേറ്റ ചോർന്നു എന്ന ആരോപണം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇതിലെ ഏറ്റവും നിർണായകമായ ഒരു കത്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിടുന്നത്. ആ കത്തിൻ്റെ ഉള്ളടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അടുത്തിടെയായി ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിതനായ ശ്രീറാം സാംബശിവ റാവു ആണ് കെ സ്മാർട്ടിന് ഒരു കത്ത് കൊടുത്തിരിക്കുന്നത്. കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഏതാണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. 936 സേവനങ്ങൾ സാധാരണ ജനങ്ങൾ കെ സ്മാർട്ട് വഴിയാണ് എടുക്കുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ജനന മരണ കാര്യങ്ങൾ, ഓരോ സർട്ടിഫിക്കറ്റുകൾ, ആ തരത്തിൽ ഈ ഓരോ ലൈസൻസുകൾ അടക്കമുള്ള ഡേ ടു ഡേ മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഏതാണ്ട് 1 കോടിയിലധികം ആളുകൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 കോടിയിലധികം ആളുകളുടെ ഫോൺ നമ്പർ അടക്കമുള്ള ഡേറ്റ ഇവരുടെ കയ്യിലുണ്ട്. ആ ഡേറ്റയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു എക്സൽ ഫോർമാറ്റിൽ പേര്, മൊബൈൽ നമ്പർ, അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്ന വിവരം, താലൂക്ക്, ജില്ല, വാർഡ്, ഏത് തദ്ദേശ സ്ഥാപനം, അതായത് ഒരാളുടെ A to Z ബേസിക്കായ വിവരങ്ങൾ അടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫെബ്രുവരി 12 മുമ്പ് നൽകണം എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തിന് നൽകണം എന്നത് കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അതായത് സർക്കാരിന്റെ സേവനങ്ങൾ